പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് 6th സ്റ്റാൻഡേർഡിലെ പെർസെൻറ്റേജ് എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 141 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ഓഫ് ദ 420 ചിൽഡ്രൻ ഇൻ എ സ്കൂൾ 5% ഡിഡ് നോട്ട് കം വൺ ഡേ. ഹൗ മെനി കെയിം ടു സ്കൂൾ ദാറ്റ് ഡേ? ഒരു സ്കൂളിൽ 420 കുട്ടികളുണ്ട്. അതിൽ 5% കുട്ടികൾ വന്നിട്ടില്ല എങ്കിൽ അന്ന് പ്രസൻ്റായ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു മാർഗം ആബ്സെൻ്റായ കുട്ടികളുടെ എണ്ണം കണ്ടെത്തിയിട്ട് ആകെയുള്ള കുട്ടികളിൽ നിന്നും അത് കുറയ്ക്കാം. അല്ലെങ്കിൽ ഇവിടെ ചിന്തിക്കാവുന്നത്, ഒരു പെർസെൻറ്റേജ് എപ്പോഴും 100 ആണല്ലോ. 100% കുട്ടികളാണ് മുഴുവൻ പേരും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% കുട്ടികൾ പ്രസൻ്റാന്ന് പറയാം. അതിൽ 5% ആബ്സെൻ്റ് ആണെങ്കിൽ പ്രസൻ്റ് ആയിട്ടുള്ളവർ എത്രയാണ്? 95% ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 420ൻ്റെ 25% കുട്ടികളാണല്ലോ പ്രസൻ്റ് ആയത്. അപ്പോൾ 420ൻ്റെ 95% കണ്ടെത്തിയാൽ മതിയോ? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രസൻറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രസൻറ്റ്, അപ്പോൾ പ്രസൻ്റ് ആയവരുടെ ഹാജർ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്കറിയാം, 95%. അപ്പോൾ ആകെയുള്ള കുട്ടികളുടെ 95% ഓഫ് 420. നമ്മൾ 420ൻ്റെ 95%. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം വരുമ്പം 95/100 ഇൻറ്റു 420. ഒന്നെങ്കിൽ നിങ്ങളിത് എന്ത് ചെയ്യുക, 95 ഇൻറ്റു 420 ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 100. 95 ഇൻറ്റു 420 ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ 2 ആക്കി എഴുതാമേ. ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല, പക്ഷെ നിങ്ങൾക്ക് അതേ അറിയുള്ളായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 420 × 95 എന്ന് പറയുമ്പോൾ 39900 വരും കേട്ടോ, ഡിവൈഡഡ് ബൈ 100. ഈ 200 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 399 കുട്ടികളാണ് അന്ന് പ്രസൻ്റ് ആയവർ. കട്ട് ചെയ്ത് ടീച്ചർ ചെയ്ത് കാണിക്കാം. ഈ 0യും കട്ടാക്കി. ഇനി 5ൻ്റെ ടേബിൾ ചൊല്ലി ഇതിനെ കട്ട് ചെയ്യാലോ. 5 2s are 10 വരും. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പം 9-നകത്ത് 5 1 ടൈംസ്. ഇത് റിമൈനിങ് 4 ഉണ്ട്. 45-നകത്ത് 5 9 ടൈംസ്. സോ ഇനി ഈ 2ഉം 42ഉം കട്ട് ചെയ്യാം. ആൻസർ ഈസ് 21. അപ്പം 19 × 21 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 399. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് ഇപ്പം നിങ്ങൾക്കിത് കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും കട്ടിങ് മെത്തേഡാണ് എളുപ്പം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദെൻ പ്രസൻ്റ് ആയ കുട്ടികൾ 399. ഇനി എൻ്റെ ഒരു ചോദ്യം, ആബ്സെൻ്റ് ആയ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 420യുടെ 5% കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 420ൽ നിന്നും ഹാജരായ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക, അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആൻസർ ഈസ് 21. അല്ലെങ്കിൽ 420 ഇൻറ്റു എന്താണ് 5/100. കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തപ്പോൾ 2 വന്നു, ഇതും കട്ട് ചെയ്തപ്പോൾ 21. കണ്ടോ, എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. There are 280 plants in Sabu's garden. 70% of them are flowering. How many are non-flowering plant? ഓക്കെ, അതായത് സാബുവിൻ്റെ പൂന്തോട്ടത്തിൽ 280 ചെടികളുണ്ട്. അതിൽ 70% ചെടികളും പൂക്കളുള്ളവയാണ്. അതിൽ പൂവിടരുന്ന ടൈപ്പ് റോസോ അല്ലെങ്കിൽ ഡാലിയോ അങ്ങനെ പൂവിടരുന്ന ടൈപ്പ് ചെടികളാണ് 70% സാബുവിൻ്റെ ഗാർഡനിലുള്ളത്. എങ്കിൽ നോൺ ഫ്ലവറിങ് പ്ലാന്റ്, അതായത് ഇലച്ചെടികളുണ്ടല്ലോ, എങ്കിൽ അയാളുടെ പൂന്തോട്ടത്തിൽ എത്ര എണ്ണം ഇലച്ചെടികൾ ഉണ്ടെന്നാണ് ചോദ്യം. ആകെ മൊത്തത്തിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? ആകെ ഉള്ളതിൻ്റെ 70% ഫ്ലവറിങ് പ്ലാന്റാണ്. അപ്പം നോൺ ഫ്ലവറിങ് പ്ലാന്റ് നമുക്കറിയാം എത്ര ശതമാനമുണ്ട്? 30%. അപ്പം നമ്പർ ഓഫ് നോൺ ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഇസ് ഈക്വൽ ടു 280ൻ്റെ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി? 30%. അപ്പോൾ ദാ 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. സോ 28 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 84 എണ്ണം.
ആകെ 280 ചെടികളുള്ളതിൽ 84 നോൺ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് ചോദിച്ചാൽ 280 84 കുറച്ചാൽ മതിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ദർ ആർ 480 vehicles in a parking lot. Of these 45% are motor bike and ഈ ടെക്സ്റ്റ് ബുക്കിൽ 4% എന്നാണ്. ടീച്ചറെ തിരുത്തി 5% എഴുതിയിട്ടുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കണേ, 4% ഇട്ടാൽ നമുക്ക് ഡിവിഷൻ പാടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം 5% ആർ കാർസ്, ദ റെസ്റ്റ് ആർ ഇൻ മിനി ബസ്സസ്. ഹൗ മെനി മിനി ബസ്സസ് ആർ ദർ? അപ്പം മോട്ടോർ ബൈക്കുകളും കാറുകളുടെ ആകെ 45 5 എത്രയുണ്ട്? 50%. അപ്പം റെസ്റ്റ് ആർ മിനി ബസ്സസാണ്. അപ്പം മിനി ബസ്സസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 45 5 50 വന്നാൽ പിന്നെ ബാക്കി 50 കൂടെ അല്ലേ ഉള്ളൂ. അപ്പം 50% ആണ് എന്ത്? നമ്പർ ഓഫ് മിനി ബസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മിനി ബസ്സസ് ഈക്വൽ ടു 50% ഓഫ് 480. അപ്പം 50/100 ഇൻറ്റു 480. 50% പറഞ്ഞാൽ ഹാഫാണെന്നറിയാലോ, അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയേക്കാൻ വേണേ. 0 കട്ടായി, 0 കട്ടായി. 48 ഇൻറ്റു 5, 8 5 40, റിമൈൻഡർ 4, 14 24 24, 240. കറക്റ്റ് അല്ലേ? 480യുടെ ഹാഫ് ഇതിന് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ബസ്സസ് എന്ന് പറയുന്നത് 240 ആയിരിക്കും. ഓക്കെ.